ആക്ടേഴ്സിനെ വിശ്വസിച്ച് ഒരു നാടകം. അതാണ് മഹാനായ എൻ്റെ ഗുരുനാഥനായ ശ്രീ ആർ നരേന്ദ്രപ്രസാദ് എഴുതിയ മുറജപത്തിന് പോയ രണ്ട് സഞ്ചാരികൾ ആരംഭിക്കുകയാണ്. അനുഗ്രഹിച്ചത്. മാന്യസഭായ വന്ദനം. സർവാലങ്കൃതൈः രംഗവേദി सम्पूज्याः सामाजिकः सर्वेऽपि उपस्थितवन्तः. येषु कस्मिन् नाटकम् अवतरयामि? भगवदुचितं मास्तु, शाकुन्तलं मास्तु. येषु प्रोफेसर् आर् नरेन्द्रप्रसाद् महाशयेन विरचितं मुरजपं गच्छतु द्वे सञ्चारिकाः इति नाटकम् अवतरयामि. अनुग्रहेण च. നമസ്കാരം. പ്രൊഫസർ ആർ നരേന്ദ്രപ്രസാദിന്റെ മുറജപത്തിന് പോയ രണ്ട് സഞ്ചാരികൾ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. അനുഗ്രഹിച്ചാൽ. ശ്രീവിദ്യഹർനിശം മനമതി ജ്ഞാനപ്രഭാപൂരവും ഈശാവാസ്യമിതം സമസ്തമിതവോ നൽകുന്നു സർവം പറഞ്ഞു. ആശക്കത്തുകളെ അത്ഭുത വളഞ്ഞു മുളഞ്ഞു കിടക്കുന്നല്ലോ വേറുവഴി. ഇനി അധിക ദൂരമുണ്ടോ? അയ്യോ, കാലിൽ നീര് വന്ന് കെട്ടി കഞ്ഞിയുടെ പൊട്ടി ദൂരം ഇനിയും കിടക്കുന്നതാ കിങ്കരനെ. ചങ്കുവേ, എടാ ചങ്കുവേ, ഞാൻ ചത്ത്. എന്തിനു നമ്മുടെ ഈ പട്ടിണി ഇറക്കി വെക്കാൻ ഒരത്താനും ഈ വൈകുന്നേരം ഉണ്ടോയെന്ന് കബഡി നിരപ്പിലൊന്ന് പരിശോധിച്ചാലോ? ഒന്ന് പരിശോധിച്ചാലോ? നന്ന് അടിയന്റെ നന്നേ മടങ്ങിയ മനസ്സും പറയുന്നു. കാലടിയിലെ പുനതിരുമേനി പ്രശ്നം നോക്കിയാൽ എന്തേലും കിടച്ച അതിന്റെ ചിലെങ്കിലും അടിയനോട് കിട്ടുക. തിരുമേനി പ്രശ്നം നോക്കിയാട്ടെ. തൊഴുത്തിക്കെട്ടുകൂടാക്കിങ്കരനെ ആടെയല്ല കൂര കൂര പട്ടിണി കൊണ്ട് കിടക്കുന്നെന്നാലും കോടകം പെരപ്പുറത്ത ഈ മേച്ചന്മാരോട് യാചിക്കാൻ പറ്റല്ലോ. പ്രശ്നം നോക്കാം, എന്തെങ്കിലും അത് കഴിയും. കാണിശം ദൈവാനുകൂല്യം അവിടുത്തെ കാവോളമുണ്ടല്ലോ. അയ്യോ, പുണ്യകർമ്മങ്ങൾ തന്നെ ഇറ്റില്ല വല്ലയോ ഇന്നും തിഞ്ഞുകൂടെ. അങ്ങയുടെ മംഗള ജന്മത്തിന് ആസ്ഥാനം തിരുവടി. പ്രശ്നം നോക്കേണ്ട. നീച്ച ജാതി ദൂരെ 4 അടി ദൂരെ. തിരുവടി പ്രശ്നം നോക്കിയാട്ടെ. പ്രശ്നം സൂര്യശൗര്യമതേന്ദുച്ഛപദവീം സന്മംഗളം മംഗള സദ്ബുദ്ധിം ച ബുധോ ബുധുശ്ച ഗുരുതാം ശുക്രസുഖം ശം ശനിഃ ഭാഗവതം കരോതി വിപുലം നിത്യം പ്രീതികരാ ഭവന്തു ഭവതാ
സർവേ പ്രസന്നഗൃഹാഃ. ഇനി കുറച്ചുകൂടെ ലളിതമായിട്ട് മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയല്ലേ? സൂര്യശൗര്യമതേച്ചുച്ചപദവീം സന്മംഗളം മംഗളഃ സദ്ബുദ്ധിം ച ബുധോ ഗുരുശ്ച കൃതാം ശുക്രസുഖം ശംശനിഃ രാഹുപാവനങ്കരോതി കുലം ദേവോ പുരശ്ചോന്നതിം നിത്യം പ്രീതികര സർവേ പ്രസന്നാഗ്രഹാഃ. തിരുമേനി തിരുമേനി കിട്ടിപ്പോയ ചങ്കും കിങ്കരനെ എന്തോ 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 കിട്ടിപ്പോയ ചപ്പ എന്തോ കിട്ടിപ്പോയ ചപ്പ എന്തോ കിട്ടിപ്പോയ തലയിൽ ചോറിന് പകരം ചേർന്ന് വെച്ചവനെ തലയിൽ ചോറിന് പകരം ചേർന്ന് വെച്ചവനെ എന്തോ 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 എന്തോന്നാ തലയിൽ ചോറിന് പകരം ചേർന്ന് പ്രശ്നഫലം പറയാം. അത് കേൾക്കാനല്ലയോ അതിന്റെ കൂടെ നിൽക്കുന്നേ. ഇവിടുന്ന് പടിഞ്ഞാട്ട് ഒരു 7 കിലോമീറ്റർ ചെന്നാൽ ഇവിടുന്ന് പടിഞ്ഞാട്ട് ഒരു 7 കിലോമീറ്റർ ചെന്നാൽ കിണറൊന്നുണ്ടടാ വഴിവക്കിൽ കിണറോ. ഇവിടുന്ന് പടിഞ്ഞാട്ട് ഒരു 7 കിലോമീറ്റർ ചെന്നാൽ കിണറൊന്നുണ്ടേ വഴിവക്കിൽ കിണറൊന്നുണ്ടേ വഴിവെക്കിൽ അതിനരികത്തൊരു കിളിമരമുണ്ടടാ ചപ്പ. കിളിമരമോ എന്തോ ആ കിളിമരത്തിൽ കയറി ഇരുന്നാൽ ആരിക്കണമെന്നാ ഞാനോ? എന്ത് കാര്യമാണ്? അതെ എനിക്കിതിലൊക്കെ എന്തോന്ന് കാര്യം. മരത്തെ കയറാൻ അടിയിൽ എന്തുവാ കൊരങ്ങനോ? തിരുമേനി കയറിയാട്ടെ തിരുമേനി കയറിയാട്ടെ. ആ കിളിമരത്തിൽ കയറി ഇരുന്നാൽ കനകം കിട്ടണം. കനകം കിട്ടുമെന്ന് എനിക്ക് അപ്പൊ എനിക്കോ? നിനക്കെന്തിന് കനകോടാ? കനകം നിന്നെ കണ്ട നാണിക്കില്ലടാ തിരുമണ്ട. കനകം എന്നെ കണ്ട നാണിക്കില്ല. ആയിക്കോട്ടെ നാണിച്ചോ. നീ എന്റെ പറകേ വീടി മുറുക്കാൻ വെച്ചോണ്ട് ദൂരെ കാറിൽ വെച്ചാൽ വീടി കൊടുക്കാനും ഉണ്ടായിട്ട് വീടി മുറുക്കാൻ മതിയോ? പിന്നെ നീ എന്തിനാ ഇവിടുന്ന് പടിഞ്ഞാട്ടൊരേ ഈ കിണറിനരികത്ത് കിളിമരമുണ്ട്. ഈ കിളിമരത്തിൽ കയറി ഇരുന്ന് അയ്യാളേ ഈ കിളിമരത്തിൽ കയറി ഇരുന്ന് കോനകം കിട്ടും എനിക്ക്. ഈ കിളിമരത്തിൽ കയറി ഇരുന്ന് കോനകം കിട്ടും എനിക്ക്. അയ്യപ്പ ചങ്കുവേ എടാ ചങ്കുവേ എടാ ആളാണ് എടാ ചങ്കുവേ എടാ ചങ്കുവേ എടാ ഒരു കാലവാസമെങ്കിലും എടുത്തിട്ടാണ് ഇങ്ങനെ എന്തൊരു നാറ്റം. കലിയുഗത്തിൽ കനകത്തിന് നാറ്റം വരുവാൻ തിരുവേനി ഇങ്ങോട്ട് നീട്ടിപ്പിടിച്ചേ. ഞാനൊന്ന് തിരുവേനി ഇങ്ങോട്ട് നീട്ടിപ്പിടിച്ചേ. ഞാനൊന്ന് മറന്നു നോക്കട്ടെ. തിരുവേനി
ഇനി ഇതിനകത്തെങ്ങാനും കനകം ഉണ്ടെങ്കിലോ? നോക്കിക്കളയാം. കിണറുന്നുണ്ടേ വഴിവെക്ക് അതിനകത്തൊരു കിളിവനുണ്ട്. പറഞ്ഞില്ല, കിളിവനുണ്ട് അതിനകത്തൊരു ചാടിയില്ല. ചാടി. എന്തൊരു നാറ്റം! എല്ലായിടവും തപ്പി നോക്കിയിട്ടും തിരുവേദിക്ക് കിട്ടിയ സാധനം തന്നെ. ഒരു മയമയപ്പ്, ഒരു പശപശപ്പ്, ഒരു പതപതപ്പ്, ഒരു തീട്ടം. എന്തായാലും നനഞ്ഞ സ്ഥിതിക്ക് കുളിച്ചു കയറാം. ഒരു പരപരപ്പ്, കനകമാല. അയ്യോ അയ്യോ അയ്യോ. എന്റെ ഭഗവാനെ, പ്രശ്നം എനിക്കോ പഠിച്ചത് മാറി. കനകമാല. തിരുമേനി തിരുമേനി, കനകം എന്നെ കണ്ടാ നാണിക്കില്ലയോ? നാണിച്ച് നാണിച്ച് നാണിച്ചേ. ഈ കനകമാല രഹസ്യമായി അങ്ങാടിയിൽ വിറ്റ് കിട്ടുന്ന കാശിന് അരിയും ഉപ്പും മുളകും ഹോർലിക്സും ബാക്കിക്ക് ബീവറേഴ്സ് ക്യൂ നിൽക്കാം. ഇങ്ങനാണെങ്കിൽ ജീവിതം എന്ത് രസമാണയ്യ, എന്തൊരു 916 ആണയ്യ. അയ്യ 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 അയ്യയ്യ അയ്യയ്യ അയ്യ അയ്യ അയ്യയ്യ അയ്യയ്യ അയ്യയ്യ. അയ്യോ, തിരുമേനി 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 തിരുമേനിയെ, ഞാൻ വരുന്നേ, എന്നെ കൂടെ കൊണ്ടുപോയേ തിരുമേനിയെ. അയ്യ അയ്യ അയ്യയ്യ 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 അയ്യ അയ്യയ്യ അയ്യയ്യ അയ്യയ്യ. തിരുമേനി തിരുമേനിയെ തിരുമേനിയെ. ചങ്കു, ഓ എടാ വിങ്ങറനെ, എടാ ചെളനെ. എന്തോ ഈ കാടിന്റെ ഒരു ഭംഗി. അടിയനെന്തോന്ന് ഭംഗി കാണാൻ. മുഖത്തിന് പോകണമെന്ന് പറഞ്ഞപ്പോ ഇത്രയും നീണ്ടൊരു സഞ്ചാരം അടിയൻ സ്വപ്നത്തിൽ പോലും കണ്ടില്ല തിരുമേനി. അടിയന് ജീവിതമേ കാണാൻ തോന്നുന്നേ. നിനക്കൊരു നേരം പോക്കിന് മടിയുണ്ടാക്കാൻ നേരം പോക്കി ഈ കാട്ടിനകത്ത് നേരം പോക്കിന് പറ്റിയ സ്ഥലം കാടല്ലയോ? ഒരു സർവോംഗ സുന്ദരിയെ തന്നെ വരുത്തി കാണിക്കാം. അതിനപ്പുറം എന്റെ നേരം പോക്കടാ ചണ്ടു. ഏതെങ്കിലും മല, ഏതെങ്കിലും മല ചെമ്പകമരമുണ്ടെങ്കിൽ ചെമ്പകം ചെമ്പകം അതിന്റെ മണം നിറഞ്ഞിരിക്കും. മണം സുന്ദര രൂപത്തിൽ രക്ഷാമന്ത്രം ഞാൻ നേരത്തെ ചൊല്ലിയിട്ടുണ്ട്. ആർക്ക്? എനിക്ക്. അപ്പൊ എനിക്കോ? നിനക്ക്. ചെമ്പകം ചെമ്പകം ചെമ്പകം. നമുക്ക് ഭാഗ്യമുണ്ട്, ഇനിയും കാണാം. ഈ നഖവും ഈ പല്ലും ഈ മുടിയും യക്ഷി. അയ്യോ, ശബ്ദം. ഏതെങ്കിലും മല ചെമ്പകമരമുണ്ടെങ്കിൽ
അതിന്റെ വളർന്നുറങ്ങിയിരിക്കും സുന്ദരേച്ചി ലളിത രൂപത്തിൽ. ദുർഗമം കാനനം സ്വപ്നപുത്രി ദൈർഘ്യമേറും യാത്രയുടെ അസഖ്യം ഓർത്തു വെക്കാൻ തരൂ സുന്ദരി. ഈ രാത്രിയാവുന്നത് എനിക്ക് മാത്രം. നിനക്കെന്നെ ഉപദ്രവിക്കാനാവുമല്ലോ, പിന്നെ നീ കോരനോ? മനസ്സിൽ ജുഗുപ്സ നിറയും. അയ്യോ, ഇന്ദ്രിയത്തിരകൾ അടങ്ങിയല്ലോ. ഉണരുകഞ്ഞൻ എന്നു തണലിൽ ശയ്യൊരുക്കുക. വരിക പുരുഷ, ഉണരുകഞ്ഞൻ എന്നു തണലിൽ ശയ്യ. പേടിക്കണ്ട ശംഖു, ശംഖു പേടിക്കണ്ട. ശംഖു, എന്നെ ഒന്ന് നോക്ക്. നീ ഒരു പുരുഷനല്ലേ? നിനക്ക് എന്നെ കണ്ട ഭയമാണ് വരിക? ഞാൻ നോക്കട്ടോ. ഞാൻ നോക്കി. നിനക്ക് രക്ഷാബന്ധം തന്നിട്ടുണ്ടല്ലോ, ആ പാവ കാര്യത്തിന് നീ ആശയോടെ തണൽ ചെയ്യെടുക്കുക. ചോര കുടിക്കുവോ? ചുംബിക്കൽ അധരങ്ങളെ, പന്തക്കും ഭുജങ്ങളെ, ചുംബിക്കൽ നദനങ്ങളെ, പന്തക്കും ഭുജങ്ങളെ, ചുംബിക്കൽ പന്തക്കും ഭുജങ്ങളെ. ഞാനിപ്പോ ചാവേ തിരുവേലി, എന്തൊരു സുഖം. നീ നടന്നു തളർന്നുവോ ചങ്കു? തളർന്നു നടന്നല്ല. മുറജപത്തിൻ കൊടിപുറത്ത് ജനപഥത്തിൽ ഇനിയും അധികം ദൂരമില്ല. നീ നടന്നു തളർന്നുവോ ചങ്കു? ഇല്ലെന്ന് ഞാൻ ആ ചായക്കടയിൽ പുഴുങ്ങിയ മുട്ട പുട്ടു തിന്നു. പുട്ടു തിന്ന് ക്ഷീണോ പോയി, മുട്ട തിന്ന് ദാഹവും പോയി. അവിടുത്തെ കാലടി പിന്തുടർന്ന മനീഷ എനിക്കൊരു മന്ത്രം പറഞ്ഞു തന്നാട്ടെ. മന്ത്രം? നീ എന്തിനാണ് ആ മന്ത്രങ്ങൾ പഠിക്കാൻ? ഞാനില്ലേ നിങ്ങൾക്ക് വേണ്ടി മന്ത്രം ജപിക്കാൻ. ദക്ഷിണ കാലത്തിൽ വെച്ച മന്ത്രം തനിയെ വരുമെന്ന് കേട്ടിട്ടില്ല. എന്തായിരുന്നു? ഇതൊരു കുമ്പളങ്ങ, ഒരു ചെറു ദക്ഷിണ. ദക്ഷിണ വിധി കൂഷ്മാണ്ഡം. തിരുവേനി വിധി കൂഷ്മാണ്ഡം. വിധി കൂഷ്മാണ്ഡം. വിധി കൂഷ്മാണ്ഡം. വിധി കൂഷ്മാണ്ഡം. ചങ്കുവേ, ചങ്കുവേ, ദരിദ്രനായ എന്റെ ഭക്തനായി കഴിയുന്നത് കഷ്ടം തന്നെ. അതായിരിക്കും നീ പോയത് ചങ്കുവേ. എന്നാൽ നീ വല്ല വിട്ടുപോയതാ. ചങ്കുവേ, ചെക്കുന്നോടാ ശങ്ക ഉണ്ടായിരുന്നെങ്കിൽ പോയി കഴിക്കെങ്കിലും ഇട്ട്. അതിന് കഴിക്കിന് വില കൊടുക്കണം. എന്റെ കയ്യിൽ വില ഇവിടെ ആകെയുള്ള ധനം കുറേ മന്ത്രങ്ങൾ. മന്ത്രങ്ങൾക്ക് വിലയുണ്ടായി വരും. ഏതായാലും ഒന്ന് പരീക്ഷിച്ച് കളയാം. പ്രശ്നം പശുവിടേതാണ്. മന്ത്രങ്ങൾ വേണോ
പകൽ മന്ത്രങ്ങൾ, രാത്രി മന്ത്രങ്ങൾ, സർപ്പദോഷത്തിനും രാശിദോഷത്തിനും കർമ്മദോഷത്തിനും മന്ത്രങ്ങൾ, മഴയ്ക്കും വെയിലിനും മന്ത്രങ്ങൾ, രാഗമന്ത്രങ്ങൾ, രോഗമന്ത്രങ്ങൾ, യാഗമന്ത്രങ്ങൾ, പുണ്യസിദ്ധിക്ക് മന്ത്രങ്ങൾ. മന്ത്രങ്ങൾ വേണോ? മന്ത്രങ്ങൾ, മന്ത്രങ്ങൾ വേണോ? മന്ത്രങ്ങൾ, മന്ത്രങ്ങൾ വേണോ? അവിടെ വെച്ചറിയന് വേമുഖം തൊട്ട് അയ്യോ 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 അയ്യോ. അവിടെ ചെന്നപ്പോ വേഹരിയില്ല, അവിടുന്ന് അറിയന് വടക്കോട്ടെടുത്ത് അയ്യോ 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 അയ്യോ. അവിടെ ചെന്നപ്പോ വേഹരിയില്ല, അവിടുന്ന് അറിയന് കിഴക്കോട്ടെടുത്ത് അയ്യോ 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 അയ്യോ. മന്ത്രവാദി തമ്പുരാനെ, എന്റെ രക്ഷിക്കണേ, വേണ്ടതാണ്. കടിച്ച പാമ്പിനെ പറ്റി വിഷാദിക്കളെ. ഓമനന്ദം ധാരകം മിത്രാപണം ശേഷം മന്ത്രം ഫലിക്കാത്തത് അവന്റെ കർമ്മം എടുത്തതുകൊണ്ടായിരിക്കും. ഇനിയിപ്പോ തെക്കോട്ടെടുക്കാം. പാണ്ഡിക്ക് പണം നയിച്ചു വന്ന നാളുമായി തമ്പുരാന്റെ റാണിക്ക് കാണാതെ വന്നവരും കാണാതെ വികസിച്ച് മന്ത്രത്താൽ കളവളർത്തിയതിന് വീരശ്രീതയും വീരാളിക്കൊട്ടും കൂടാതെ ഒരു ക്രിസ്തുച്ചും സ്ത്രീധനമായി വാങ്ങിക്കൊണ്ട് മാന്ത്രിക വീരനെ. ഞാനിന്ന് മറഞ്ഞു നിൽക്കാം. ദരിദ്രനായ എനിക്ക് ലജ്ജ തോന്നും. ആ കൊട്ടാരങ്ങളിൽ വരുന്ന വഴിയിൽ നിൽക്കാൻ തന്നെ. കാശത്തുണ്ട് കയ്യിൽ. വിഷമം നിർത്തണമെങ്കിൽ മതിയോ? മുഴുവനും അടയ്ക്കണമെങ്കിൽ മുഴുവൻ കാശും തരണം. ഞാനൊന്ന് അറ്റൻഡ് ചെയ്യുന്നതിന് രൂപ 17 നിങ്ങൾ പാവത്തുങ്ങളാണ്ട് കുറച്ചിരിക്കുക. പോരെ. കൊട്ടക്കാട്ടിൽ നീരൊക്കെ പോയി അവിടെ വേദത്തെ തൊട്ട് ഭദ്രവാദി തമ്പുരാനെ രക്ഷിക്കണേ രക്ഷിക്കണേ രക്ഷിക്കണേ. നോക്കട്ടെ, മന്ത്രം ജപിക്കാൻ പോവാ. എല്ലാരും മാറിക്കേ മാറിക്കേ. 4 അടി ദൂരെ 4 അടി ദൂരെ. വിട്ടി കുസ്മാടം 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 വിട്ടി കുസ്മാടം. എഴുന്നേക്ക് എഴുന്നേക്ക് എഴുന്നേക്ക്.
വളരെ നന്ദിയുണ്ട്. ഇതിന് ഞങ്ങൾ ജീവനുള്ളത്തോളം മറക്കത്തില്ലേ? ഓ എന്തിയാണ മറ്റേ ഉടമ്പതി മന്ത്രവാദി തേക്കോട്ട് എടുത്തോളാൻ പറഞ്ഞാ തേക്കോട്ട് എടുത്തോളാം. സ്നേഹക്കുറവ് കൊണ്ടല്ലേ പട്ടിണി കൊണ്ടാണ് രണ്ടും തിരുവേദിയെ പിരിഞ്ഞു പോയത്. തിരുവേദി അന്ന് തന്ന മന്ത്രം കഴിച്ചു. രാജാവ് തന്നതാ വീരശൃംഖലയും വീരാളിപ്പട്ടും. അങ്ങ് തന്ന മന്ത്രമാണ് എന്റെ എല്ലാ ഐശ്വര്യത്തിനും കാരണം. ഇത് അവിടത്തേക്കുള്ളൂ മന്ത്രം. ഞാൻ ഉപദേശിച്ചു ഈ എന്തോന്ന് മന്ത്രം? വെട്ടിക്കൂശ്മാണ്ടം. തിരുവനിക്ക് ഓർമ്മയില്ലയോ? ഞാനൊന്നൊരു കുപ്പളഞ്ഞ രചന വെച്ചിട്ട് വാങ്ങിച്ചിട്ട് പോയില്ലയോ? വെട്ടിക്കൂശ്മാണ്ടം എന്ന മന്ത്രം. അയ്യോ വിട്ടി. കൂഷ്മാണ്ഡം എന്നാൽ കുമ്പളങ്ങ എന്ന അർത്ഥം. കൂഷ്മാണ്ഡമാണോ ദക്ഷിണയായി തരുന്നെന്നാ ഞാൻ ചോദിച്ചത്. അത് നിന്റെ മന്ത്രം. അങ്ങനെ ഫലം കിട്ടുന്നോ നോക്കിയാൽ മതിയല്ലോ. തിരുവേനി ഞാനിപ്പോ ഒരു കോടീശ്വരൻ. തിരുവേനിക്ക് എന്താ വേണ്ടേ? എന്റെ ഒരു ഉപഹാരമായിട്ട് ആനന്ദം മഹദം പരം ധ്രുവം നിജാമ്യതൻ മൃത്യു മുഖാപ്രമുച്യതേ അശബ്ദമസ്പർശമരൂപമവ്യയം. തിരുവേനി ചങ്ക്വേ തിരുവേനി ചങ്ക്വേ തിരുവേനി ചങ്ക്വേ തിരുവേനി 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 ഞാനിനി എങ്ങും പോകണം. സ്വത്തല്ല പെണ്ണുമുളക്കും പിള്ളേർക്കുള്ള കൊടുക്കും. എന്നിട്ട് ഞാനിങ്ങനെ ഇറങ്ങി എനിക്ക് തിരുവേനിയുടെ ആ ശകാരോ പാണ്ഡിത്യം 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 അതൊന്നും ഇല്ലാതെ പറ്റുന്നില്ല. ചങ്ക്വേ ചങ്ക്വേ തീണ്ടലില്ലായിരുന്നെങ്കിൽ നിന്നെ ഞാനൊന്ന് കെട്ടിപ്പിടിച്ച് ചുമരിക്കല്ലേ ചുമരിക്കല്ലേ. ശരി നടക്കാം. സമയത്തിന് വേറെ കഴിയാവണം പോത്തെ ഇല്ലേ. ആ ശബ്ദമസ്പർശമരൂപമവ്യയം തഥാരസം നിത്യമഗന്ധവതി. എന്തുവാണ് ഈ മുറജപം ഇപ്പൊ കഴിഞ്ഞോ? ഒന്നുമില്ല. ഈ ഈശ്വരനെ വിചാരിച്ചോണ്ട് എന്റെ പിറകെ വന്നാൽ മതി. സാക്ഷാൽ പരബ്രഹ്മസ്വരൂപനായ ഭഗവാനെ സദാ മനസ്സിൽ ധ്യാനിച്ച് ഒരു സംശയം തിരുമേനി. ഈ പരബ്രഹ്മം എന്ന് വെച്ചാൽ എന്തോ പോലെ തിരുമേനി. പരബ്രഹ്മം എന്ന് വെച്ചാൽ അശബ്ദമസ്പർശമരൂപമവ്യയം. അതല്ല ഈ പരബ്രഹ്മം എന്ന് വെച്ചാൽ എന്തോ പോലെ വേറൊന്നും അറിയണ്ടായിരുന്നു. എടാ പോത്തെ. ഓ പരബ്രഹ്മം എന്ന് വെച്ചാ ഒരു പോത്തിനെ കൊണ്ട് അശബ്ദമസ്പർശ കുട്ടിക്കാട്ടിലൊക്കെ വിഷയങ്ങൾ മറ്റു കാണും. സൂക്ഷിച്ച് നടന്നോളൂ. നീ ഇതാരമായി നോക്കിക്കാടാ. ഞാൻ പരബ്രഹ്മത്തിന്റെ വായിലാണ് ഏമാനെ നോക്കുന്നേ. അത്ര മക്കളുടെ തർക്കുത്തരമല്ലേ? സത്യമായിട്ടും വേദിക്കുന്നു ഒരു പോത്ത് ഒരു ആനയേക്കാൾ വലുത് വേദിക്കുന്നു. തിരുവേലി ഇത് പോത്തല്ല. 100 പോത്തിന്റെ വലിപ്പം അല്ല, 1000 പോത്തിന്റെ വലിപ്പം. തിരുവേലി ഇത് പോത്തല്ല, ഇത് പരബ്രഹ്മ പോത്ത് തന്നെ. എന്നെ തൊട്ടു അപ്പൊ കണ്ടേ പരബ്രഹ്മത്തിന് തീണ്ടതും തൊടിയില്ലായിരിക്കും. അതാണല്ലോ എനിക്കിത് കാണാൻ കഴിയായത്. പരബ്രഹ്മമേ എന്റെ പരബ്രഹ്മമേ. എന്താ പിന്നെ തൊട്ടോണ്ട് കൊടുക്കാം. പിന്നെ കുളിച്ചാ മതിയല്ലോ. എന്ത് ചെയ്തിട്ടും കുളിച്ചാ മതിയല്ലോ. തൊട്ടോണ്ട് കൊടുക്കാം. ഇനി കാണാൻ പറ്റത്തില്ല. ഇനി കാണാൻ പറ്റത്തില്ല.
ചങ്കുവേ, അയ്യോ എടാ, നിന്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നല്ലോടാ. രോമങ്ങളൊക്കെ എഴുന്നേൽക്കുന്നു. നിനക്കൊരു പ്രത്യേക തിരക്കുണ്ടല്ലോടാ. ശരിക്കും നീ എന്തിനാ കണ്ടേ? ബ്രഹ്മജ്ഞാനി തമ്പുരാനെ, ഞാൻ കണ്ടു. സാക്ഷാൽ പരബ്രഹ്മത്തെ ഞാൻ കണ്ടു. നീ കണ്ടോ? ശരിക്കും അങ്ങനെ ഒരു പരബ്രഹ്മത്വത്തിനെ? ബ്രഹ്മജ്ഞാനി തമ്പുരാനെ, ഞാൻ കണ്ടു. മാപ്പാക്കണം പരബ്രഹ്മേ. ഞാൻ ഒറ്റയ്ക്ക് നടന്നോളാം. വേദമന്ത്രങ്ങളുമായി കാലം കഴിച്ചു വെച്ചാൽ എനിക്ക് ബ്രഹ്മദർശനം ലഭിച്ചില്ല. എന്നിട്ട് ഈ അജ്ഞാനിക്കൽ കിട്ടിയെന്നോ? ഇപ്പോഴൊക്കെ അങ്ങനെയാണ്. വേദമന്ത്രങ്ങളുമായി കാലം കഴിച്ചു വെച്ചാൽ എനിക്ക് ബ്രഹ്മദർശനം ലഭിച്ചില്ല. വേദമന്ത്രങ്ങളുമായി കാലം കഴിച്ചു വെച്ചാൽ എനിക്ക് ബ്രഹ്മദർശനം ലഭിച്ചില്ല. അയ്യോ അയ്യോ അയ്യോ, ഈ നരകാഗ്നിയിൽ എരിമറി കൊള്ളുന്നേ. പാപികളും മ്ലേച്ഛന്മാരും പാതാളത്തിൽ. അയ്യോ, ഇവിടേക്ക് എങ്ങനെ വരുവാനിടയായ? നരകത്തിന്റെ വറകട്ടിയിൽ എരിമറി കൊള്ളുന്നേ. അയ്യോ ചങ്കുവേ, എടാ ചങ്കുവേ. അയ്യോ ഇതാണോ ബോധം? നീ കൂടി ചട്ടിയിലോട്ടൊന്ന് ചാട. പെട്ടയാനൊരു കൂട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഈ നരകത്തിയുടെ ചിരി നിനക്കിത് ചോദിക്കാൻ തോന്നിയാണ്. അയ്യോ അയ്യോ, എങ്ങനെയുണ്ടടാ കിങ്കറിന്റെ സ്ഥിതിഗതികള്? സുഖോ? ഇത് കാലം, ഇത് കലികാലം. ഈ കലികാലത്തിൽ ഇങ്ങനെയൊക്കെയാണ്. ഈ കലികാലത്തിൽ ഇങ്ങനെയൊക്കെയാണ്. അഭിനേതാക്കളെ നമുക്ക് പരിചയപ്പെടാം. പ്രേം വിനായക്, ഒപ്പം അഭിരാജ്.